പതിവില് നേരത്തെ വീട്ടിലേക്കെത്തിയ ലോണി ലിങ്കൺ ഫുട്ബോൾ പ്രാക്ടീസ് ക്യാൻസൽ ആക്കിയതുകൊണ്ടാണ് നേരത്തെ എത്തിയതെന്ന് പേരൻസിനോട് കള്ളം പറയുന്നു. ലോണി ലിങ്കണോട് അവന്റെ സഹോദരനായ ആൻഡ്രെ ദേഷ്യത്തിലാണ്. കാരണം തന്നെ ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ടും തന്നെ എല്ലാവരും ഒഴിവാക്കുന്നതുകൊണ്ടുമാണ് ആൻഡ്രെ ദ 110th സ്ട്രീറ്റ് ഗാങ്ങിൽ ചേർന്നത്. എന്നാൽ ഇപ്പോൾ അവന്റെ സ്ഥാനം തട്ടിയെടുത്താണ് ലോണി ലിങ്കൺ ദ 110th സ്ട്രീറ്റ് ഗാങ്ങിൽ ചേർന്നിരിക്കുന്നത്. ലോണി ലിങ്കൺ തന്റെ സഹോദരനെ സഹായിക്കാൻ ശ്രമിച്ചതാണെങ്കിലും ആൻഡ്രയ്ക്ക് അതൊന്നും ഇഷ്ടമായിട്ടില്ല. ആൻഡ്രയുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട ലോണി ലിങ്കൺ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു. നോർമൻ ഓസ്ബോൺ ഒരു ചാരിറ്റി ഡിന്നറിന് പോവുകയാണ്. ഓസ്കോർപ്പിന് അവധി ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും പുറത്തുപോയി ആഘോഷിച്ചോളൂ എന്ന് നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിനോടും ഹാരി ഓസ്ബോണോടും പറയുന്നു. പീറ്റർ പാർക്കറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് താനും കൂടെ പോയാൽ നീക്കോ മിനോറുവിന് അതിഷ്ടമാകുമോ എന്ന ഡൗട്ടാണ് ഹാരി ഓസ്ബോണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നും നമ്മൾ 3 പേരും ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുമെന്നും പീറ്റർ പാർക്കർ ഹാരി ഓസ്ബോണോട് പറയുന്നു. പീറ്റർ പാർക്കറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ ഹാരി ഓസ്ബോണും നീക്കോ മിനോറുവും പീറ്റർ പാർക്കറും അവരുടെ ഫാമിലിയെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. മാത്രമല്ല പീറ്റർ പാർക്കറിന്റെ മൂവി കളക്ഷൻസിൽ നിന്ന് ഒരു മൂവി സെലക്ട് ചെയ്ത് ആ മൂവി കാണാൻ തയ്യാറാവുകയാണ് നീക്കോ മിനോറുവും ഹാരി ഓസ്ബോണും. ഇതേ സമയത്ത് കാർല കോണേഴ്സ് പീറ്റർ പാർക്കറിന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലും തന്റെ കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കാൻ പീറ്റർ പാർക്കർ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നു.